പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഹൗ ടു മേക്ക് ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. എങ്ങനെ ഒരു ആകർഷക വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാം. ഏതൊരു വ്യക്തിയും മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടാനും ആകർഷിക്കപ്പെടാനും ആഗ്രഹിക്കും. എല്ലാവർക്കും അതിന് കഴിയും. ചിലർക്ക് ജന്മനാ കഴിവുകളുണ്ട്, ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. എന്താണ് പേഴ്സണാലിറ്റി? വാട്ട് ഈസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം? പേഴ്സണാലിറ്റി ഈസ് യു, ഹൗ യു ഫീൽ, തിങ്ക് ആൻഡ് ബിഹേവ്. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, ചിന്തിക്കുന്നു, പെരുമാറുന്നു. മറ്റൊരാൾക്ക് നല്ല വ്യക്തിത്വമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്നവരും താല്പര്യമുള്ളവരും ഒപ്പം ജീവിക്കാൻ സന്തോഷമുള്ളവരാണെന്ന് അർത്ഥമാക്കുന്നു. എല്ലാവരും മറ്റുള്ളവരെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഒരാകർഷക വ്യക്തിത്വം ഉണ്ടാവേണ്ടത് അത്യാവശ്യമല്ലേ? എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? അതിന് കുറച്ച് മാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, ലേൺ സോഷ്യൽ സ്കിൽസ്. സാമൂഹ്യ കഴിവുകൾ പഠിക്കുക. സമൂഹത്തിലുള്ളവരുമായി ആശയവിനിമയം നടത്തണം. ചുറ്റുമുള്ള ആളുകളുമായി നല്ല ബന്ധം സൃഷ്ടിക്കുന്നതിന് നമ്മുടെ സാമൂഹ്യ കഴിവുകൾ മൂർച്ച കൂട്ടേണ്ടതുണ്ട്. പോസിറ്റീവ് ആംഗ്യങ്ങൾ ഉപയോഗിക്കുക. ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവർ കേൾക്കാൻ ആഗ്രഹിക്കാത്തതും നല്ല രീതിയിൽ എടുക്കാത്തതും പറയരുത്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മുടെ നാവിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത്, ക്രിയേറ്റ് ആൻ ഇംപ്രസീവ് സ്മൈൽ. ശ്രദ്ധേയമായ പുഞ്ചിരി സൃഷ്ടിക്കുക. എ സ്മൈൽ മേക്സ് എ ഡയറക്റ്റ് പ്ലേസ് ഇൻ ദി ഹാർട്ട് ഓഫ് ദ റെസിപ്പിയൻറ്റ്. ഒരു പുഞ്ചിരി സ്വീകർത്താവിൻ്റെ ഹൃദയത്തിൽ നേരിട്ടിടം തേടുന്നു. നല്ല വ്യക്തിത്വമുള്ള ആളുകളുടെ സ്വഭാവങ്ങളൊന്നാണ് ആകർഷകമായ പുഞ്ചിരി. തെറ്റായ സമയത്ത് തെറ്റായ വ്യക്തിയോട് തെറ്റായ പുഞ്ചിരി നിങ്ങളെ കുഴപ്പത്തിലാക്കിയേക്കാം. നമ്മുടെ പുഞ്ചിരിയിൽ നമുക്ക് തന്നെ വിശ്വാസമുണ്ടായിരിക്കണം. കണ്ണാടിയിൽ നോക്കി വ്യത്യസ്തമായ പുഞ്ചിരികൾ പരിശീലിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്, ഓൾവേസ് കീപ് എ കൂൾ. എല്ലായ്പ്പോഴും ഒരു കൂൾ സൂക്ഷിക്കുക. ശക്തമായ വ്യക്തിത്വമുള്ള ആളുകൾ ആരെയും അവരുടെ തലയിൽ കയറാൻ അനുവദിക്കുന്നില്ല. ദേഷ്യം വരാതെ എല്ലായ്പ്പോഴും ശാന്തത പാലിക്കുക. ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിൽ ശാന്തത പാലിക്കുന്നതും പരിഭ്രാന്തരാകാതിരിക്കുന്നതും അത്ര എളുപ്പമല്ല. എന്നാൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണെന്നും അത് കണ്ടെത്തേണ്ടതുണ്ടെന്നും അറിയുക. നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ ആർക്കും നിങ്ങളോടൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങും. കരുത്തെന്നത് ശക്തമായ ഫിസിക്കല്ല, ആത്മനിയന്ത്രണത്തോടെ ശക്തമായ മനസ്സാണ്. ഇനി നാലാമതായിട്ട്, ഡെവലപ്പ് എ ഡ്രസ്സിങ് സെൻസ്. ഡ്രസ്സിങ് സെൻസ് വികസിപ്പിക്കുക. വസ്ത്രധാരണം നിങ്ങളെക്കുറിച്ചുള്ള ആദ്യ മതിപ്പ് മറ്റുള്ളവരിൽ ഉളവാക്കും. നിങ്ങൾ വസ്ത്രം ധരിച്ച രീതിയിൽ ആളുകൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. നിങ്ങൾക്ക് നന്നായി തോന്നുന്നതും ബോഡി ഷേപ്പിന് യോജിച്ചതും ആത്മവിശ്വാസം നൽകുന്നതുമായ വസ്ത്രധാരണ രീതി അറിഞ്ഞിരിക്കണം. ഇനി അഞ്ചാമത്തത് ആത്മവിശ്വാസമാണ്, സെൽഫ് കോൺഫിഡൻസ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു വിൽ ഫീൽ പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു യു. ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നും. റൊമാൻറ്റിക് രീതിയിൽ ആകർഷിക്കപ്പെടണമെന്നില്ല. ആത്മവിശ്വാസമുള്ള ആളുകൾ വിശ്വാസ്യതയുടെ ഒരു തരംഗം നൽകുന്നു. ആശയവിനിമയപരമായ കഴിവുകൾ നിങ്ങൾ ആത്മവിശ്വാസത്തിൽ കലർത്തുമ്പോൾ അവ വളരെയധികം മെച്ചപ്പെടും. വാട്ടെവർ യു സേ ഓർ ഡു ഇറ്റ് വിത്ത് കോൺഫിഡൻസ്. അസ്വസ്ഥതയും ആശയക്കുഴപ്പമുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ചെയ്യുക. ദെൻ സിക്സ്ത് വൺ, വിനയാന്യതനായിരിക്കുക. ബി ഹംബിൾ. ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വളരെ പ്രധാനമാണെങ്കിലും അമിത ആത്മവിശ്വാസം പുലർത്തരുത്. അതായത് ചില ആളുകൾ അവരുടെ ഓവർ കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്ന നാർസിസ്റ്റിക് വ്യക്തിത്വം വികസിപ്പിക്കുന്നു. എന്നാൽ ഒരു നാർസിസിസ്റ്റിക് വ്യക്തിത്വം അല്ലെങ്കിൽ വ്യക്തിയെ ആരും ഇഷ്ടപ്പെടുന്നില്ല. നാർസിസിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവുകളെ സ്വന്തം തന്നെ പുകഴ്ത്തി പറയുന്നവർ.
ചുറ്റുമുള്ള ലോകം കറങ്ങുന്നത് അവർക്ക് വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടാണെന്ന് തന്നെ പറയും. നിങ്ങൾക്ക് എല്ലാം അറിയണമെന്നല്ല, അല്ലെങ്കിൽ എല്ലാം അറിയാമെന്നല്ല നിങ്ങൾ താഴേക്കിറങ്ങിയ വ്യക്തിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ടത്. ആത്മവിശ്വാസം, വിനയം, നാർസിസിസ്റ്റിക് അല്ലാത്ത ഒരു റിയലിസ്റ്റിക് മാനസികാവസ്ഥ എന്നിവയാണ് വികസിപ്പിച്ചെടുക്കേണ്ടത്. ദെൻ 7th വൺ, മറ്റുള്ളവരെ നന്നായി തോന്നുക. മേക്ക് അതേഴ്സ് ഫീൽ ഗുഡ് ഇൻ യുവർ കമ്പനി. ഡു യു നോ ഹൗ പീപ്പിൾ വിൽ ലൈക്ക് യു? നിങ്ങൾ മറ്റുള്ളവരെക്കാൾ നല്ല വ്യക്തിയാണെന്ന് നിങ്ങളെ കൊണ്ട് തന്നെ സംസാരിക്കരുത്. അത് തോന്നേണ്ടതും പറയേണ്ടതും മറ്റുള്ളവരാണ്. മറ്റുള്ളവരെ നന്നായി തോന്നുക. നിങ്ങളെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളൊരു വിശ്വസിക്കാൻ കൊള്ളുന്ന ആൾ എന്ന ഫീൽ ഉണ്ടാക്കണം. അവരുടെ തെറ്റുകളും അവരുടെ കുറവുകളും ചൂണ്ടിക്കാട്ടേണ്ട ആവശ്യമില്ല. അവരെ ബോധ്യമാക്കുക അവർ ആരാണ് എന്നും എങ്ങനെ ബെറ്റർ ആകാമെന്നും അവർക്കതിനാവശ്യമായ സപ്പോർട്ട് നൽകാൻ ശ്രമിക്കുക. കേന്ദ്രീകരിക്കാതെ നിങ്ങൾക്കുള്ളതിനെപ്പറ്റി ബോധവാന്മാരാകുക. ഓരോ വ്യക്തിയും ഏതെങ്കിലും സമയത്ത് ഫീൽ ഡൗൺ ആവാം, പക്ഷേ അത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും സന്തോഷമുള്ളവരായും അല്ലെങ്കിൽ ചെയർഫുൾ, ഹാപ്പിയായി എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രത്യക്ഷപ്പെടുക. നല്ല ശ്രോതാവ്, ബി എ ഗുഡ് ലിസണർ. ഒരു നല്ല ശ്രോതാവിനെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കാറുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരാളെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ഉപദേശവും അനുഭവസമ്പത്തും ഒന്നും ആവശ്യമില്ല, പക്ഷേ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി. ലിസൺ ടു അതേഴ്സ് വിത്ത് അറ്റൻഷൻ ആകർഷക വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. സ്റ്റാർട്ട് ടേക്ക് കെയറിങ് ഓഫ് യുവർ സെൽഫ്. സ്വയം പരിപാലിക്കാൻ ആരംഭിക്കുക. മറ്റൊരാളുടെ അപ്രൂവൽ അനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങളെ തന്നെ അടിമയാക്കിയാണ്. ലവ് യുവർ സെൽഫ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യു. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ. അതായത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിൻ്റെ ശക്തി. പ്രാക്ടീസ് സെൽഫ് കെയർ. ദെൻ 11th വൺ, ട്രൈ ടു സ്റ്റേ ഹാപ്പി. സ്റ്റേ ഹാപ്പി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ ഹെൽത്തി. എല്ലാവിധ നെഗറ്റീവ് പ്രവർത്തനങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റുക. അപ്പോൾ തന്നെ മെച്ചമായ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും. ജീവിതം സുഖദുഃഖ സമ്മിശ്രമെന്നറിയണം. ദുഃഖമില്ല എങ്കിൽ സന്തോഷമെന്തെന്ന് നമ്മൾ എങ്ങനെ അറിയും? ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് മുന്നേറുക എന്നത് ആകർഷക വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. കരയാൻ തോന്നുമ്പോൾ കരയണം, പക്ഷേ അതിനെപ്പറ്റി ആലോചിച്ച് കരയരുത്. ഗെറ്റ് റിഡ് ഓഫ് ദം ഫ്രം ലൈഫ്. വീണ്ടും കരുത്തരായി എണീക്കണം, പുതിയ വ്യക്തിയായി, ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ. ദെൻ 12th വൺ, വോളണ്ടിയർ ടു ഹെൽപ്പ് അതേഴ്സ്. എ സ്ട്രോങ് മാൻ ഓർ വുമൺ ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് അതേഴ്സ്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ നല്ലയാളെന്ന് കാണിക്കാനല്ല, നമ്മുടെ മനസ്സിന് സംതൃപ്തിക്ക് വേണ്ടി. നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബി സിൻസിയർ. ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽ. യു ഡോണ്ട് വാണ്ട് ടു ബി എ റിപ്ലിക്ക ഓഫ് സമ്മൺ എൽസ്. യു വാണ്ട് ടു ബി യുവർ സെൽഫ്. നിങ്ങൾ എന്താണ് അതാവണം നിങ്ങൾ. മറ്റുള്ളവരെ അനുകരിച്ച് മറ്റുള്ളവരാവാൻ ശ്രമിക്കാതെ നമ്മളായി തന്നെ നിൽക്കാൻ കഴിയുമ്പോഴാണ് ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടാവുക. ദെൻ 14th വൺ, ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. ബി കോൺഫിഡൻറ്റ്. നമുക്ക് നമ്മളെ തന്നെ സംശയമുണ്ടാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ആയിരിക്കണം. നമുക്കുള്ള കഴിവുകളും കുറവുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷേ നമുക്ക് നമ്മളെപ്പറ്റി ഒരു സംശയം വേണ്ട. ദെൻ 15th വൺ, ലീവ് ഫോർ യുവർ സെൽഫ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, പക്ഷേ അത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളെ അവഗണിച്ചുകൊണ്ടാവരുത് എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എല്ലാവർക്കും ആകർഷകമായ അല്ലെങ്കിൽ അട്രാക്റ്റീവായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് തന്നെ അതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കാം. ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും. എല്ലാവർക്കും നന്ദി.